ബന്ദികളെ മുഴുവൻ കിട്ടിക്കഴിയുമ്പോൾ ഇസ്രായേൽ ഇനി ആയുധമെടുത്ത് ഗസയിലേക്ക് ഇറങ്ങുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം നൊബേൽ സമ്മാനമായിരുന്നു. അത് കിട്ടാത്തായ സാഹചര്യത്തിൽ ഇനി ട്രംപ് ഗസയുടെ പേരിൽ ഒരു റിസ്ക് എടുക്കുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമായി ഉയർന്നിരുന്നു. അതിനൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർക്കപ്പെട്ട ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിലാണ്. ആ സമാധാന ഉച്ചകോടിയിൽ ഒരു സമാധാന കരാറിൽ അമേരിക്കയും ഈജിപ്തും ഖത്തറും തുർക്കിയും ഒക്കെ ഒപ്പുവെച്ചപ്പോഴും പ്രധാനപ്പെട്ട കക്ഷികളായ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചിരുന്നില്ല. അത് വലിയ അപായ സൂചനയായി തന്നെയാണ് ലോകം കണ്ടത്, പശ്ചിമേഷ്യ കണ്ടത്. കാരണം ഈ രണ്ട് കക്ഷികൾ തമ്മിലാണ് ആക്രമണങ്ങൾ, യുദ്ധം നടക്കുന്നത്. അപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഇവർ ഒപ്പുവെച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു ഉറപ്പില്ല. ആ വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാം, അല്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാം എന്നൊരു സൂചന